മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികളെ പിടികൂടാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ഒരു പരിതസ്ഥിതിയുമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ച ചെയ്യുന്നത്. ഇത് ഫേസ്ബുക്കിലാണ് വന്നത്. ഷാനു എന്ന് പറയുന്ന ആൾ പോസ്റ്റ് ചെയ്തതായിരിക്കുന്ന റിപ്പോർട്ടാണ് ആദ്യം പുറത്തു വന്നത്. അപ്പോൾ 2 ദിവസം മുമ്പാണ് ഈ പോസ്റ്റ് ഉണ്ടാക്കിയത്, ഈ ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കിയത്. പിന്നീട് അത് വ്യാപകമായി പ്രചരിച്ചു. അപ്പോൾ ഫേസ്ബുക്ക് ഏകദേശം 2 ദിവസം എന്നല്ല, ഏകദേശം ഒരു 2 വർഷമാണെങ്കിൽ മാത്രമേ അതൊക്കെ സജീവമായിട്ട് ഒരു സജീവത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ, ആളുകൾ അറിയാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇത് 2 ദിവസം കൊണ്ട് ഈ പോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറം വലിയ രീതിയിലുള്ള കളികൾ കളിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ആഡിലൂടെയാണ് ഇത് പ്രചരിക്കപ്പെട്ടത് എന്ന് ഏറെക്കുറെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അത് എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത്. അതിൽ പറയുന്നത് ഷാനു എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഇപ്പോൾ അല്ല, അക്കൗണ്ട് തന്നെ മരവിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഫേസ്ബുക്ക് തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ പോലീസ് ലെവലിലെ അന്വേഷണം വേറെ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: എൻ്റെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിനായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു. വിഷയം പരിഹരിക്കാമെന്നും പിന്നീട് വിളിച്ച് അറിയിക്കാമെന്നും പറഞ്ഞ് അദ്ദേഹം എൻ്റെ ഫോൺ നമ്പർ വാങ്ങി. എന്നാൽ അന്ന് രാത്രി മുതൽ വളരെ മോശമായ രീതിയിലുള്ള സന്ദേശങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും എനിക്ക് ലഭിച്ചത്. നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിൻ്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. കേരള രാഷ്ട്രീയത്തിൽ അതിശക്തനായ ഒരു നേതാവിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എൻ്റെ ജീവന് വലിയ ഭീഷണിയുണ്ട്. അതുകൊണ്ട് സ്വന്തം പ്രൊഫൈലിൽ നിന്ന് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ എനിക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ടായിരിക്കും വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. പോലീസ് എൻ്റെ വിലാസം കണ്ടെത്തി എന്നെ സമീപിക്കുകയാണെങ്കിൽ എൻ്റെ ഫോണിലുള്ള മെസ്സേജുകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള സകല തെളിവുകളും കൈമാറാൻ ഞാൻ സന്നദ്ധനാണ്. ഈ പോരാട്ടത്തിൽ കേരള സമൂഹത്തിൻ്റെ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതാണല്ലോ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഇത് 2 ദിവസം കഴിഞ്ഞ സമയത്ത് എന്തായിട്ടുണ്ട്, ഇത് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് ഇപ്പോൾ ഓപ്പണായി കിട്ടുന്നില്ല. അങ്ങനെയാണ് അതിൻ്റെ രീതി കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത്തരം വ്യാജ പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധേയമായിരിക്കുന്ന ഹാൻഡിലുകളിലൂടെ മാത്രമേ സാധിക്കൂ. വളരെ എളുപ്പത്തിലൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിൽ അധികാരത്തിലേറാൻ വേണ്ടിയിട്ട് ഏറ്റവും മോശപ്പെട്ട രീതിയിലുള്ള പ്രവൃത്തികൾ നടത്തും. അത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്ര സംവിധാനം ഒന്നും ഇപ്പോൾ കേരളത്തിലില്ലല്ലോ. അത് രാഷ്ട്രീയ സംഘടനയാണ്. ആ രാഷ്ട്രീയപരമായ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ മോശത്തരം, ശങ്കരാടി പറഞ്ഞ പോലെ ഏതെങ്കിലും പെണ്ണ് കേസിൽ പെടുത്തുക, ഏതെങ്കിലും പ്രശ്നത്തിൽ പെടുത്തുക, അങ്ങനെ നാറ്റിക്കുക, എന്നിട്ട് അതിലൂടെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു അജണ്ട ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോകുന്നത് അതും വിഷയമാണ്. അപ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ ഇതിൽ സാദിഖ് അലി തങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമുക്ക് പറയാം. ഇതിന് കെ ടി ജലീൽ ആ സമയത്ത് മുസ്ലിം ലീഗിൻ്റെ ബദ്ധശത്രുവാണ്, എതിരുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഫേസ്ബുക്കിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: സാദിഖ് അലി തങ്ങളെ അപമാനിക്കാനുള്ള ശ്രമം കരുതിയിരിക്കുക. അതായത് മുസ്ലിം ലീഗിൻ്റെ ആനിലൊക്കെ വരുന്ന അല്ലെങ്കിൽ യൂത്ത് ലീഗൊക്കെ ഇടപെടുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കെ ടി ജലീൽ നടത്തിയത് എന്ന് പറയുന്ന സമയത്ത് അത് ഇടതുപക്ഷത്തിന് വളരെ കൃത്യമായ രീതിയിൽ അദ്ദേഹം തന്നെ മറുപടി നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഞാൻ ഉൾക്കൊള്ളുന്ന തൊയ്വാനൂർ മൈലിൻ്റെ കാതി കൂടിയാണ് ആദരണീയായ തങ്ങൾ. അദ്ദേഹത്തെ സമൂഹ മാധ്യമത്തിൽ താറടിച്ച് കാണിക്കാൻ നടത്തുന്ന കുൽസിത നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണം. പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആരെയും എന്തും ആക്കാൻ സാധിക്കും. സാദിഖ് അലി തങ്ങൾ സ്കൂൾ പഠന കാലത്ത് തൊട്ട് വ്യക്തിപരമായ രീതിയിൽ എനിക്കറിയാം. എൻ്റെ 3 വർഷം സീനിയറായി ചേളാരി സംസ്ഥാനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. അന്നു മുതൽക്കേ സാദിഖ് അലി തങ്ങളെ എനിക്ക് വളരെ അടുത്തറിയാം. മാന്യമായ പെരുമാറ്റം കൊണ്ടും കുലീനമായ സമീപനം കൊണ്ടും എൻ്റെ മനസ്സിൽ ഇടം നേടിയ വ്യക്തിയാണ് സാദിഖ് അലി തങ്ങൾ. രാഷ്ട്രീയമായി ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനം മേലിൽ തുടരും. പക്ഷേ ഒരിക്കലും വ്യക്തിഹത്യ നടത്തുകയുമില്ല. കോളേജിൽ എൻ്റെ ക്ലാസ്മേറ്റാണ്. ഇംഗ്ലീഷിനും അറബിക്കിനും ഞങ്ങൾ ഒരേ ക്ലാസ്സിലായിരുന്നു. സാദിഖ് അലി തങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന നിർമ്മിത ബുദ്ധിയായി ഉപയോഗിച്ചുള്ള ചിത്രങ്ങൾ തീർത്തും വ്യാജമാണ്. ഏത് മാന്യനെയും മോശമാക്കാൻ ഇതുപോലുള്ള വഴികൾ സ്വീകരിക്കുന്നവർ ചെയ്യുന്ന മഹാ അപരാധം മാപ്പറിക്കാത്തതാണ്. ശക്തമായ നടപടി വ്യാജ പ്രചരണങ്ങൾക്കെതിരെ സ്വീകരിക്കണമെന്ന് ലീഗ് നേതൃത്വത്തിൻ്റെ നിലപാട് സ്വാഗതാർഹമാണ്. പോലീസ് ശക്തമായ ഇടപെടൽ നടത്തണം. കുറ്റക്കാരെ കർശനമായി ശിക്ഷിക്കണം. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗൗരവം ധരിപ്പിക്കണം. ഇക്കാര്യത്തിൽ സാദിഖ് അലി തങ്ങൾക്കൊപ്പം. ഇതാണ് കെ ടി ജലീലിൻ്റെ ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ശേഷം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ട് നമ്മൾ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു:
ജനം മുഖത്തടിച്ച് ആട്ടുമെന്ന് ഉറപ്പായപ്പോൾ പലവിധ ഉഡായിപ്പുകളുമായിട്ടാണ് ഈ അന്തക്കമ്മികൾ ഇറങ്ങിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ഹീനമായ ഒന്നാണ് മതേതര കേരളത്തിൻ്റെ നായകൻ പാണക്കാട് തങ്ങൾക്കെതിരെയുള്ള വ്യാജ പ്രചരണം. കാഫിർ സ്ക്രീൻഷോട്ട് കൊണ്ട് പഠിക്കാത്തവർ വീണ്ടും വ്യാജ നമ്പറുകളുമായി വരുമ്പോൾ കേരളം മുഖമടിച്ച് മറുപടി തരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പഴയ പല നേതാക്കളും മരിച്ചിട്ടും മരിക്കാതെ നിലനിൽക്കുന്നത് സഖാവ് കുമാരപിള്ളയും ആ തന്ത്രങ്ങളുമാണ്. 10 വർഷം നാട് ഭരിച്ചിട്ടും ഈ വ്യാജ സ്ത്രീ വിഷയങ്ങൾ അല്ലാതെ വേറൊന്നും പറയാനില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് അധികമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത്, സാദിഖ് അലി തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു രാഷ്ട്രീയ മത നേതൃത്വ നിരയിലുള്ള ഉന്നതനായിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ശിഹാബ് തങ്ങളും ഹൈദരലി തങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് സാദിഖ് അലി തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തന രീതി, ശൈലിക്ക് മാറ്റമുണ്ട്. ശിഹാബ് തങ്ങളോ ഹൈദരലി തങ്ങളോ ഇതുപോലെയുള്ള ഒരു സംഭവം ഇതിനു മുൻപ് അഭിമുഖീകരിച്ചിട്ടില്ല. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുമില്ല, ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം പറയാനുള്ള പൊതുവേദിയിൽ രംഗപ്രവേശം ചെയ്യുമ്പോൾ അല്ലെ പൊതുവേദിയിൽ പൊതുസമൂഹത്തിൽ ഇടപഴകുന്ന സമയത്ത് മതപരമായിരിക്കുന്ന ബന്ധങ്ങൾ മറന്നു പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം എന്ന് പറയുന്നത്, ഈ മറ്റ് 2 നേതാക്കന്മാരും സാദിഖ് അലി ഈ ശിഹാബ് തങ്ങളെ പറഞ്ഞു, ഹൈദരലി തങ്ങളെ പറ്റി പറഞ്ഞു. ഈ 2 നേതാക്കൾക്കും അപ്പുറം ഈ കല്യാണ വേദിയിൽ അങ്ങനത്തെ പൊതുവേദിയിൽ പാട്ട് പാടുന്ന ഒരു രീതി അത് അദ്ദേഹം ചില സമയത്തൊക്കെ കാണാൻ പറ്റും, യൂട്യൂബിലൊക്കെ അതൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈ എയറോസസ് പോലെയുള്ള മറ്റുള്ള ആളുകൾ, സ്ത്രീകളടക്കമുള്ള ആളുകളോടൊപ്പം ഫോട്ടോ എടുക്കുന്ന പരിപാടി, ഇത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല, അത് രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടതാണ്. പക്ഷേ മതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാന വ്യക്തി എന്ന നിലക്ക് അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതോടൊപ്പം തന്നെ ഈ പാട്ട് പാടുന്ന അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം 100 കണക്കിന് പള്ളിയുടെ കാളിയാണ്. അപ്പോൾ വിധി പറയേണ്ട അല്ലെങ്കിൽ അത്രയും വലിയ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് സംവിധാനിക്കപ്പെട്ട ഒരു നേതാവ് പോലെയാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ അതിൻ്റേതായിരിക്കുന്ന രീതിക്കനുസരിച്ച് അദ്ദേഹം നിൽക്കണം എന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ ഇതിനെ കൂടെ ചിത്രങ്ങളെ വെച്ച് കഴിഞ്ഞിട്ട് അത് വ്യാജങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ തിരൂർ സ്ഥാനാർത്ഥി, LDFൻ്റെ സ്ഥാനാർത്ഥി തന്നെ അബ്ദുറഹ്മാൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒരുപാട് സൈബർ ആക്രമണം നേരിട്ടവരാണ്, ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ അതിജീവിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഇത്തരം വ്യാജ പറഞ്ഞാൽ ഇത് വ്യാജമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2 ദിവസം മുമ്പാണ് ഫേസ്ബുക്കിൽ ഈ അക്കൗണ്ട് തുടങ്ങുന്നത്, അങ്ങനെ ഇത് പ്രചരിപ്പിക്കുന്നു, പിന്നെ അത് ഇല്ലാതാകുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണ കാര്യങ്ങൾ വരുന്നു. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം അത് പ്രചരിപ്പിച്ച് വ്യാപകമായി കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നിടത്തേക്ക് എത്തിക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ മാർഗങ്ങളും വഴികളും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ഒരു വിഷയങ്ങൾ സജീവമാകുന്ന ഒരു വിഷയം ഉണ്ടായാൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഇതിലേക്ക് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രത്യേക സ്ഥിതികളും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്ഥാന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിനോട് നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് തൊട്ട് മുമ്പുള്ള തലമുറയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. AI എന്ന് പറയുന്ന സമയത്ത് ഒരു ഫോട്ടോ മാത്രം കിട്ടിയാൽ ഒരു മനുഷ്യനെ പൂർണ്ണമായ രീതിയിൽ നഗ്നനാക്കിയിട്ടോ അതല്ലാത്ത ഏത് തരത്തിലാണോ ആ രീതിയിലേക്ക് മാറ്റിയിട്ട് റെയിൽവേ ട്രാക്കിലോ അവിടെയോ ഇവിടെയോ ഒക്കെ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു ലോകമാണ്. ഇപ്പോൾ ഗൾഫ് യുദ്ധം നടക്കുന്ന ഇപ്പോൾ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് മരണപ്പെട്ടു പോയ ആയത്തുള്ള അലി ഖംനേയി, അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇവരൊക്കെ ഒരുമിച്ച് നിന്നിങ്ങനെ ഡാൻസ് കളിക്കുന്നു, അത്താഴത്തിൽ പങ്കെടുക്കുന്നു, അങ്ങോട്ട് പോകുന്നു. വളരെ കൃത്യതയോടുകൂടി, അവരെല്ലാം ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല, അത്രക്ക് ഒറിജിനാലിറ്റിയാണ്, ഒറിജിനൽ പോലും വെല്ലുന്ന രീതിയിൽ. പിന്നീട് ട്രംപിനെ നേരെ മിസൈലാക്കുന്നു, ആ മിസൈൽ പായിച്ചുകൊണ്ട് ട്രംപിനെ കൊലപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അത് കടലിൽ ചാടുന്ന രീതിയിലോ, ഇതൊക്കെ കറക്റ്റ് ഒറിജിനലാണ്. അപ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്ത് ഞാൻ ഉണ്ടാക്കേണ്ട ഒരു പണി നിലവിൽ ഉണ്ടാകുന്ന സമയത്ത് വേണ്ട, ആ രൂപത്തിൽ കാലം മാറിയിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ കുറഞ്ഞ പേരിൽ സംശയം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്ന ശ്രമങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അഴിമതി പോലെയുള്ള സംഭവങ്ങളൊന്നും ഇപ്പോൾ ആരും ഒരു മുഖവിലേക്ക് എടുക്കുന്നില്ല. അഴിമതി ഉണ്ട്, അഴിമതി നടത്തിയിട്ടുണ്ട്, അങ്ങനെ അവിടെ ചെയ്തിട്ടുണ്ട്, റോഡിൽ നിന്ന് പണം മോഷ്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ പാസ്സാക്കിയ പണം അത്ര ചിലവച്ചില്ല. ഇതിനൊന്നും പ്രത്യേകമായ രീതിയിൽ ജനങ്ങൾക്കൊരു താല്പര്യമില്ല, അതല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല, വാർത്താ പ്രാധാന്യം ഉണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട വലിയ വാർത്താ പ്രാധാന്യമാണ്. ഇതുവരെ കേൾക്കാത്തൊരു വാർത്ത ഉണ്ടാകുന്ന സമയത്ത് അതിന് വലിയ പ്രാധാന്യം ഉണ്ടാവും. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്വർണ്ണപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് പുതിയൊരു ഒന്നായിരുന്നു, ഇതുവരെ ഇല്ലാത്തത്. അങ്ങനെ
വ്യക്തിയെ വെച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആക്രമിക്കുന്ന രീതി, അതിന് ഇടം കൊടുക്കാതിരിക്കണമെങ്കിൽ സാമൂഹികപരമായ രീതിയിൽ നമ്മുടെ പ്രവർത്തന രീതിയിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ 1, 2, 3, 4 സ്ഥാനം വഹിക്കുന്ന ആളല്ല പാണക്കാട് കുടുംബം എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥാനങ്ങളുടെ ഒരു സമ്മിശ്ര രൂപീകരണമാണ്. അങ്ങനെയാണ് അത്രയും ഒരു സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികൾ മറ്റു ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് രാഷ്ട്രീയക്കാരെ പോലെ മാത്രം ജീവിക്കാൻ വേണ്ടി കഴിയില്ല. അവിടെയാണ് അതിൻ്റെ വിഷയം. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഏത് രീതിയിലും ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട് കൈ കൊടുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടോ വിളക്ക് കത്തിക്കുന്നതുകൊണ്ടോ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിഷയവുമില്ല. പാണക്കാട് കുടുംബത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ റൂട്ടിലൊക്കെ മാറ്റമുണ്ട്. അവർ മത നേതാവാണ്, പണ്ഡിത നേതാവാണ്, സയ്യിദന്മാരുടെ നേതാവാണ്, പിന്നെ പള്ളിയിലെ കാദിയുടെ ഒരുപാട് പള്ളിയുടെ കാദിയാണ്. അങ്ങനെ മതവുമായിട്ട് അഭേദ്യമായിരിക്കുന്ന ബന്ധമുള്ളവർ ഇടപെടേണ്ട രീതികളും ഇടപെടേണ്ടാത്ത രീതികളും കൃത്യമായി മനസ്സിലാക്കണമെന്നും അതിൽ നിന്ന് വ്യതിചലിക്കുന്ന സമയത്താണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുക എന്നുകൂടിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.